Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ടീരിയൻ്റെ റീപ്രൊഡക്ഷൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. ബാക്ടീരിയൽ റീപ്രൊഡക്ഷനിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ നോക്കി, ട്രാൻസ്ഡക്ഷൻ നോക്കി, ഇനി കോൺജുഗേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ് ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ. ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാണ് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി എന്ത് ചെയ്യാണ്? ജനറ്റിക് മെറ്റീരിയൽ ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതൊരു സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണ് ആദ്യം, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകാന്നുള്ളൂ. അത് രണ്ട് ടൈപ്പ് കോൺജുഗേഷൻസ് ഉണ്ട്. ഒന്ന് F+F- കോൺജുഗേഷൻ ഉണ്ട്, പിന്നെ HFR F- കോൺജുഗേഷൻ ഉണ്ട്. ഈ എഫ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ഫാക്ടറാണ്. അതെന്താണ്? ഒരു ടിപ്പിക്കൽ പ്ലാസ്മിഡാണ്. എന്ത്? ഈ ഫെർട്ടിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പ്ലാസ്മിഡാണ്, ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്മിഡാണ് എന്ത്? ഈ ഫെർട്ടിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി F+ അല്ലെങ്കിൽ ഡോണർ അല്ലെങ്കിൽ മെയിൽ എന്നാണ് ഈ F+ സ്ട്രെയിൻ അറിയപ്പെടുന്നത്. ആ F+ന് എന്തുണ്ടായിരിക്കും? ഒരു എക്സ്ട്രാ പ്ലാസ്മിഡ് ഉണ്ടായിരിക്കും. F- നമ്മൾ റെസിപ്പിയൻറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ രണ്ട് ബാക്ടീരിയ ഉണ്ട്. F+ സ്ട്രെയിനിലുള്ള ബാക്ടീരിയയും F- സ്ട്രെയിനിലുള്ള ബാക്ടീരിയ ഉണ്ട്. F+ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡോണറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് മെയിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. F- ആണെങ്കിൽ അത് റെസിപ്പിയൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഫീമെയിൽ ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ F ഫാക്ടറിലുള്ള ജീനുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പിലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പിലി എന്ത് ചെയ്യും? ഈ F- അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിനെ എന്ത് ചെയ്യും? അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു കോൺജുഗേഷൻ കനാൽ അല്ലെങ്കിൽ കോൺജുഗേഷൻ ട്യൂബ് ഫോം ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്ലാസ്മിഡ് ഓട്ടോണോമസ് റെപ്ലിക്കേഷൻ നടന്നിട്ട് രണ്ട് പ്ലാസ്മിഡ് ഫോം ചെയ്യും. ഇത് ബാക്ടീരിയൻ്റെ ജീനോമാണ്. ഈ ജീനോമിന് ഒരു വ്യത്യാസം വരുന്നില്ല. പകരം ഈ പ്ലാസ്മിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോണോമസ്ലി ഡിവൈഡ് ചെയ്തിട്ട് മറ്റൊരു പ്ലാസ്മിഡായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ പ്ലാസ്മിഡ് എന്ത് ചെയ്യും? ഈ സർക്കുലർ ആയിട്ടുള്ള പ്ലാസ്മിഡ് കട്ട് ചെയ്യും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ലീനിയർ ആകും. എന്നിട്ട് അതിന് ശേഷം എന്ത് സംഭവിക്കും? റെപ്ലിക്കേഷൻ നടക്കും. എന്നിട്ട് രണ്ട് പ്ലാസ്മിഡ് ഫോം ചെയ്യും. അതിൽ ഒരു പ്ലാസ്മിഡ് എന്ത് ചെയ്യും? നമ്മുടെ F- അല്ലെങ്കിൽ റെസിപ്പിയൻ സെല്ലിലേക്ക് മൂവ് ഓൺ ചെയ്യും. ഓക്കെ, അപ്പം രണ്ട് സെല്ലിലും എന്ത് വന്നു? പ്ലാസ്മിഡ് വന്നു. ഈ F+ സ്ട്രെയിനും F- സ്ട്രെയിനും ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതെന്തായി മാറി? രണ്ടും F+ സ്ട്രെയിനായിട്ട് മാറുന്നുണ്ട്. ഇതാണ് ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും? നമ്മളെ കോൺജുഗേഷൻ കനാൽ ഡിസോൾവ് ആയിട്ട് പോകും. ഇതാണ് എന്താ ഒരു സിംപ്ലസ്റ്റ് വേയിൽ പറയുകയാണെങ്കിൽ ഇതാണ് നടക്കുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ബാക്ടീരിയൽ സെൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പാണുള്ളത്. ഒന്ന് F+ സെൽസ്, F- സെൽസ്, HFR സെൽസ്. ഈ F+ സെൽസിൽ F ഫാക്ടർ ഉണ്ടായിരിക്കും. F- സെൽസിൽ F ഫാക്ടർ ഉണ്ടാവില്ല. ഇനി HFR സെല്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ F ഫാക്ടർ എന്ന് പറയുന്നത് ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് ബാക്ടീരിയൻ്റെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്തിലുണ്ടാവുക? F ഫാക്ടർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇതിലുണ്ടാവുക? HFR സെല്ലിൽ ഉണ്ടാവുക. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ സെൽസ് എന്ന് പറയുന്നത്. ഇനി കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണി ഡയറക്ഷണൽ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഒരു മെയിലിലേക്ക് ഡോണറിന്ന് ഫീമെയിലിലേക്ക് റെസിപ്പിയൻറ്റിലേക്ക് സെൽ ടു സെൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി എന്തെത്തിക്കുകയാണ്? ജനറ്റിക് മെറ്റീരിയൽ എത്തുകയാണ്. സെൽ ടു സെൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ മേറ്റിംഗ് വഴി ജനറ്റിക് മെറ്റീരിയൽ ഒരു ഡോണറിൽ നിന്ന്, ഒരു മെയിലേക്ക് ഡോണറിൽ നിന്ന് ഫീമെയിലേക്ക് റെസിപ്പിയൻറ്റിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളും ഫസ്റ്റ് സ്റ്റഡി ചെയ്തത് ലെഡർബർഗും ഹെയ്സ്, വൂൾമാൻ എന്ന് പറയുന്ന ഈ 3 സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു ജനറ്റിക് ട്രാൻസ്ഫറിൽ വർക്കൗട്ട് ചെയ്തത്.
ഇത് ഈക്കോളയിലാണ് എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഈ കോൺജുഗേഷൻ ട്യൂബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈക്കോളയിലാണ് ഇവരിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഇനി ബാക്ടീരിയൽ കോൺജുഗേഷൻ എപ്പോഴും നടക്കുന്നത് എഫ് ഫാക്ടർ പൊസസിങ്, അതായത് എഫ് പോസിറ്റീവ് ആയിട്ടുള്ള ഡോണറും എഫ് ഫാക്ടർ ലാക്കിങ് അല്ലെങ്കിൽ എഫ് മൈനസ് റെസിപ്പിയൻറ്റിനും ഇടയിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ എഫ് പ്ലസും തമ്മിലും അല്ലെങ്കിൽ എഫ് മൈനസ് സ്ട്രെയിനുകൾ തമ്മിൽ എന്ത് നടക്കില്ല, ഈ കോൺജുഗേഷൻ നടക്കില്ല. എഫ് ഫാക്ടർ എഫ് പ്ലസ് ഡോണറിൽ നിന്ന് എഫ് ഫാക്ടർ എഫ് മൈനസ് ഡോണറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, എഫ് പ്ലസ് ഡോണറായിട്ട് കൺവേർട്ടഡ് ആവും. അതായത് എഫ് മൈനസ് റെസിപ്പിയൻ്റ് എന്തായിട്ട് മാറും, എഫ് പ്ലസ് ഡോണറായിട്ട് മാറും. മെയിനായിട്ട് 2 ടൈപ്പായിട്ടാണ് എന്ത് കോൺജുഗേഷൻ നടക്കുന്നത്. ഒന്ന് എഫ് പ്ലസ് എഫ് മൈനസ് സെൽസിലും പിന്നെ HFR ഡോണറും എഫ് മൈനസ് റെസിപ്പിയൻറ്റും ആയിട്ട് നടക്കാറുണ്ട്. ഓക്കെ, ഇതിലെ ഫോമറാണ് എന്ത് കോമൺ ആയിട്ടുള്ളത്. അതായത് എഫ് പ്ലസ് എഫ് മൈനസ് സെൽസിൻ്റെ കോൺജുഗേഷനാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഈക്കോളയിലിൻ്റെ സ്ട്രെയിൻസിൽ സെക്ഷുവൽ ഡിഫറൻസസ് കാണിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഡോണറായിട്ട് ആക്ട് ചെയ്യും, അതിനെന്തുണ്ടായിരിക്കും, ആ എഫ് ഫാക്ടർ ഉണ്ടായിരിക്കും. ഒന്ന് റെസിപ്പിയൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഡോണർ സ്ട്രെയിനിൽ ഒരു ട്യൂബുലാർ ആയിട്ടുള്ള എഫ് പിലി എസ്റ്റാബ്ലിഷ് ചെയ്യും. ഏത് സമയത്ത്, റെസിപ്പിയൻ്റ് സെല്ലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഈ ഡോണറിൻ്റെ സ്ട്രെയിനിൽ എന്തുണ്ടായിരിക്കും, ട്യൂബുലാർ ആയിട്ടുള്ള ഔട്ട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് പിന്നീട് എന്തായിട്ട് മാറും, കോൺജുഗേഷണൽ ട്യൂബ്, അതിലേതെങ്കിലും ഒരെണ്ണം കോൺജുഗേഷണൽ ട്യൂബായിട്ട് മാറും. എന്തിനു വേണ്ടിയിട്ട്, DNA പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എഫ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഫെർട്ടിലിറ്റി ഫാക്ടറാണ്. ഇതാണ് ആ ഒരു സ്ട്രെയിനിന് മെയിൽനെസ്സിൻ്റെ ആ ഒരു ക്യാരക്ടർ കൊടുക്കുന്നത്, അല്ലാതെ അതിലുള്ള ക്രോമസോമൽ ജീന് അല്ല. ഓക്കെ, ഈ എഫ് ഫാക്ടർ എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടുള്ള ഒരു സർക്കുലാർ DNA മോളിക്യൂളാണ്. ഇത് ഓട്ടോണോമസ് ആണ്, അതായത് അതിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഈ കോൺജുഗേഷനിൽ എഫ് പ്ലസും എഫ് മൈനസ് സെൻസിൻ്റെയും ബാക്ടീരിയൽ ക്രോമസോം എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, എഫ് ഫാക്ടർ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ട് അത് ഫീമെയിൽ സെല്ലിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൺജുഗേഷൻ ബിറ്റ്വീൻ എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് സെൽസ് നോക്കാം. അതെങ്ങനെയാണ്, ഈക്കോളയിൽ കോൺജുഗേഷൻ നടക്കുന്ന സമയത്ത് എഫ് പ്ലാസ്മിഡിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. ഈ 2 മേറ്റിംഗ് ടൈപ്സ് എന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും. ഈ എഫ് ഫാക്ടറിൽ എഫ് പ്ലസ് ഫോംസും എഫ് ഫാക്ടർ പൊസസിങ് ആയിട്ടുള്ളതിന് നമ്മൾ എഫ് പ്ലസ് ഫോംസ് എന്നും എഫ് ഫാക്ടർ ലാക്കിംഗ് ആയിട്ടുള്ളതിന് എഫ് മൈനസ് ഫോംസ് എന്നാണ് പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഈ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ മാത്രമേ നടക്കുള്ളൂ. ഈ എഫ് പ്ലസ് ഡോണറിൻ്റെയും എഫ് മൈനസ് റെസിപ്പിയൻ്റെയും, അതായത് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഇടയിൽ മാത്രമേ ഈ ഒരു കോൺജുഗേഷൻ നടക്കുള്ളൂ. ഈ മെയിൽ എന്ന് പറയുന്നത് എഫ് പ്ലസ് ഡോണറും ഫീമെയിൽ എന്ന് പറയുന്നത് എഫ് മൈനസ് റെസിപ്പിയൻറ്റും ആണ്. ഈ എഫ് പ്ലസ്സിൽ എന്ത് വരും, ഹെയർ ലൈക്ക് അപ്പൻഡേജസ് വരും. അതിനെ നമ്മൾ സെക്സ് പിലി എന്നാണ് പറയാം. ഇത് എഫ് പ്ലസ് ഡോണറിൻ്റെ സർഫസിൽ അപ്പിയർ ചെയ്യും. ഇത് എന്തിനെ സഹായിക്കുന്നത്, നമ്മുടെ റെസിപ്പിയൻ സെല്ലിനെ ഈ ഡോണറിൻ്റെ അടുത്തേക്ക് ക്ലോസ് കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്സ് പിലി ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫോം ചെയ്യുന്നത് എന്തൊക്കെ കൊണ്ടാണ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫോസ്ഫേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സെക്സ് പിലി ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നതിൽ ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്, പിലിൻ എന്ന് പറയുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. ഈ സെക്സ് പിലിൻ്റെ സിന്തസൈസ് എന്ന് പറയുന്നത് ഗവേൺ ചെയ്യുന്നത് ഈ ജീൻസിലുള്ള ഓക്കെ. ഇനി ഈ സെക്സ് പിലി നമ്മുടെ റെസിപ്പിയൻ സെല്ലിനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻട്രാക്ഷൻ നടക്കും. ഇൻട്രാക്ഷൻ നടന്നതിന് ശേഷം ഇതിലെ ഒരു സെക്സ് പിലി എന്താക്കി മാറും, ഒരു ഇൻ്റർസെല്ലുലാർ ബ്രിഡ്ജായിട്ട് മാറും.
അതിനെയാണ് നമ്മൾ കോൺജുഗേഷൻ ട്യൂബ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എഫ് ഫാക്ടർ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യും, നമ്മുടെ റെസിപ്പിയൻറ്റിലേക്ക് കോൺജുഗേഷൻ ട്യൂബ് വഴി പോകും. അത് അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ എഫ് മൈനസ് റെസിപ്പിയൻറ്റിൽ എന്ത് സംഭവിക്കും, എഫ് ഫാക്ടർ എൻ്റർ ആവും. അത് എഫ് പ്ലസ് ഡോണറായിട്ട് മാറും, ട്രാൻസ്ഫർ ആകും. അതിനുശേഷം എന്ത് സംഭവിക്കും, ഈ കോൺജുഗൻസ് എന്ത് ചെയ്യും, ആ കോൺജുഗേഷൻ ട്യൂബ് ഡിസോൾവ് ആയിട്ട് ഇത് രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ ഫിഗറിൽ വെച്ചിട്ട് നോക്കാം. ഫിഗർ ഓക്കെ, കട്ട് ചെയ്തതല്ല കേട്ടോ, അത് കൈ തട്ടിയതാണ്. ജസ്റ്റ് ഓക്കെ, ഇതാണ് എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ട്രെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സെക്സ്പിലി വരുന്നത് ഈ എഫ് മൈനസിൻ്റെ ഇൻട്രാക്ഷൻ്റെ ആ ഒരു ടൈമിലാണ് കേട്ടോ, അതിൻ്റെ മുന്നേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സാമിന് ഇത് വന്നു കഴിഞ്ഞാൽ പിക്ചോറിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ ഇതിന് പിക്ചേഴ്സ് ഉണ്ടോ ആ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം, അപ്പോൾ പെട്ടെന്ന് മാർക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ എഫ് പ്ലസിൻ്റെ കാര്യം പറഞ്ഞു. എഫ് പ്ലസിന് എന്തുണ്ട്, എഫ് ഫാക്ടർ അല്ലെങ്കിൽ എഫ് പ്ലാസ്മിഡ് ഉണ്ട്. ഇവിടെ എഫ് മൈനസിന് എന്തില്ല, ബാക്ടീരിയൽ ക്രോമസോം മാത്രമേ ഉള്ളൂ, ഈ ഒരു എഫ് പ്ലാസ്മിഡ് ഇല്ല. അതാണ് ആദ്യത്തെ പോയിന്റ് ഓർക്കേണ്ടത്. പിന്നെ ഈ സെക്സ്പിലിയിൽ ഒരെണ്ണം എന്തായിട്ട് മാറും, കോൺജുഗേഷൻ ട്യൂബായിട്ട് മാറും. എന്നിട്ട് ഇവിടെ ഓട്ടോണോമസ് ആയിട്ട് ഈ എഫ് പ്ലസിൽ എഫ് പ്ലാസ്മിഡിൻ്റെ ഓട്ടോണോമസ് ഡിവിഷൻ നടന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാവും. ആ കോപ്പി എന്ത് ചെയ്യും, ഈ കോൺജുഗേഷൻ ട്യൂബിലൂടെ എഫ് മൈനസിലേക്ക് പോകും. എന്നിട്ട് രണ്ടാളും എന്തായിട്ട് മാറും, എഫ് പ്ലസ് ആയിട്ട് മാറും. ഇവിടെ കോൺജുഗേഷൻ ബിറ്റ്വീൻ എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് സ്ട്രെയിൻസ് ഓഫ് ഈക്കോളൈ, ഈക്കോളൈൻ്റെ തന്നെ എഫ് പ്ലസ് സ്ട്രെയിനും എഫ് മൈനസ് സ്ട്രെയിനും തമ്മിലുള്ള എന്താണ് കോൺജുഗേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞു എഫ് പ്ലസ് എന്ന് പറയുന്നത് മെയിലും എഫ് മൈനസ് എന്ന് പറയുന്നത് ഫീമെയിലുമാണ്, ഒരു ഡോണറും ഒരു റെസിപ്പിയൻറ്റും. ഇതിൽ എന്തുണ്ടാവും, ഒരു ബാക്ടീരിയൽ ജീനോമും ഒരു ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ എഫ് ഫാക്ടർ ഉണ്ടായിരിക്കും. ഈ എഫ് ഫാക്ടർ എന്ത് സംഭവിക്കും, റെപ്ലിക്കേഷൻ നടക്കും. റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്താ സംഭവിക്കാം, ആ സർക്കുലർ ആയിട്ടുള്ള DNA കട്ട് ചെയ്തിട്ട് എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തിട്ട് റെപ്ലിക്കേഷൻ നടക്കും. എന്നിട്ട് വീണ്ടും അതെന്തായിട്ട് മാറും, സർക്കുലർ എന്നായിട്ട് മാറും. ഇവിടെ എഫ് ഫാക്ടറിൻ്റെ റെപ്ലിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ കോൺജുഗേഷൻ ട്യൂബ് ഫോം ചെയ്യും. എന്നിട്ട് ഈ കോൺജുഗേഷൻ ട്യൂബിലൂടെ ഇതെന്ത് സംഭവിക്കും, ഈ എഫ് മൈനസിലേക്ക് എഫ് ഫാക്ടർ എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്ത എഫ് ഫാക്ടർ മൂവ് ചെയ്യും. അങ്ങനെ എഫ് മൈനസ് എന്നുള്ളത് എഫ് പ്ലസ് സ്ട്രെയിൻ ആയിട്ട് മാറും. അത്രയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, എഫ് മൈനസ് എന്നുള്ളത് എഫ് പ്ലസ് സ്ട്രെയിൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇതാണ് എന്ത്, എഫ് പ്ലസ് എഫ് മൈനസ് കോൺജുഗേഷൻ. ഇനി എഫ് പ്ലസ് അല്ല HFRഉം എഫ് മൈനസ് സ്ട്രെയിനും തമ്മിലുള്ള കോൺജുഗേഷൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.